പാരീസിലേക്കാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 6ാം മെഡൽ. പുരുഷ ഗുസ്തിയിൽ അമൻ ഷെഹ്റാവത്തിന് വെങ്കലം. 57 കിലോ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് നേട്ടം. ഒളിമ്പിക് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നുണ്ട്. വിനേഷ്, കഴിഞ്ഞ ദിവസമൊക്കെ ഗുസ്തിയെ ചൊല്ലിയാണ് നമ്മൾ കണ്ണീരണിഞ്ഞത്. ഇപ്പോൾ ഒരു സന്തോഷം എത്തുന്നു അല്ലേ? റോഷ്നി, കണ്ണീർ വീണ ഗോദയിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീർ ഇന്ന് ലഭിക്കുകയാണ് നമുക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 6ാമത്തെ മെഡൽ, പാരീസ് ഒളിമ്പിക്സിലെ 6ാമത്തെ മെഡൽ അമൻ ഷെഹ്റാവത്തിലൂടെ ഇന്ത്യക്ക് ലഭ്യമാകുന്നു. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2012 16 കഴിഞ്ഞ തവണ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിലും ഒക്കെ ഗുസ്തിയിൽ ഇന്ത്യക്ക് മെഡൽ ഉണ്ടായിരുന്നു. അത് ഇത്തവണയും ഉണ്ടായി. നേരത്തെ വിനേഷ് ഫോഗട്ടിന് ഫൈനലിൽ യോഗ്യത നേടിയിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയാക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ ഏറെ നിരാശയായിരുന്നു. ഇവിടെ അമൻ 21 വയസ്സ് മാത്രമാണ് പ്രായം ഉള്ളത്. അമൻ ഷെഹ്റാവത്താണ് ഇന്നിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വെങ്കലം നേടിയിരിക്കുന്നത്. വെങ്കല മെഡലിനായിട്ടുള്ള പോരാട്ടത്തിൽ പ്യൂട്ടോറിക്കൻ താരം ഡാരിയൽ ക്രൂസ് ആയിരുന്നു എതിരാളിയായി വന്നത്. തുടക്കത്തിൽ ആദ്യ പോയിന്റ് നേടിയത് എതിരാളിയായിരുന്നു. പിന്നീട് ശക്തമായി തിരിച്ചു വരുന്നു. എതിരാളിക്ക് മേൽ കൃത്യമായ ആധിപത്യം പുലർത്താനും കഴിഞ്ഞു. അങ്ങനെ 13-5 എന്നുള്ള സ്കോറിന് നിശ്ചിത സമയമായ 6 മിനിറ്റ് അവസാനിക്കുമ്പോൾ 13-5 എന്നുള്ള സ്കോറിന് അമൻ ഷെഹ്റാവത്ത് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. തുടക്കത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ ആദ്യ മത്സരം നോർത്ത് മാസിഡോണിയൻ താരത്തിനെതിരെയായിരുന്നു. അത് 10-0 എന്നുള്ള സ്കോറിനായിരുന്നു വിജയിച്ചിരുന്നത്. രണ്ടാമത്തെ മത്സരത്തിലും ആ രീതിയിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു. അൽബേനിയൻ താരത്തിനെതിരെ 12-0 രണ്ടാമത്തെ മത്സരം വിജയിച്ചത്. പിന്നീട് സെമി ഫൈനലിൽ എത്തുന്നു. പക്ഷേ സെമി ഫൈനലിൽ ഏറ്റവും കരുത്തനായ എതിരാളിയായിരുന്നു ജപ്പാന്റെ 1ാം സീഡായിരുന്നു എതിരാളിയായി വന്നത്. പക്ഷേ അവിടെ 10-0 അമൻ പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ പ്യൂട്ടോറിക്കൻ താരത്തിനെതിരെ വെങ്കല മെഡലിനായിട്ടുള്ള പോരാട്ടത്തിന് മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തു. അവിടെ കൃത്യമായി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഗോദയിൽ പോരാടാൻ അമന് കഴിയുകയും ചെയ്തു. അങ്ങനെ 6ാമത്തെ മെഡൽ, ഷൂട്ടിംഗിൽ നിന്ന് 3 മെഡൽ നമുക്ക് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ നീരജ് ചോപ്രയുടെ ഒരു വെള്ളി, ഒരു വെങ്കല മെഡൽ ലഭിച്ചത് ഹോക്കിയിൽ നിന്നാണ്. പ്രിയാർ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾ നേടിത്തുന്ന ഒരു വെങ്കലം. അതിനൊപ്പം തന്നെ ഇതിപ്പോൾ 6ാമത്തെ മെഡലായിക്കൊണ്ട് അമൻ ഷെഹ്റാവത്തിന്റെ വെങ്കലം, ഗുസ്തിയിൽ നിന്നുള്ള വെങ്കലം കൂടി ആവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 7 മെഡലുകളാണ് ലഭിച്ചിരുന്നത്. ആ ഒരു നേട്ടത്തിലേക്ക് ഇത്തവണ എത്താൻ കഴിയുമോ? ഏതായാലും കഴിഞ്ഞ തവണ ഒരു സ്വർണ്ണമുണ്ടായിരുന്നു. ഇത്തവണ ഇതുവരെ സ്വർണ്ണമില്ല. നാളെ ഒരു ഗുസ്തി മത്സരം കൂടെ ബാക്കിയുണ്ട്. അതിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ഒരു സ്വർണ്ണം ലഭിക്കുമോ? 7ാമത്തെ മെഡൽ ലഭിക്കുമോ എന്നൊരു ആകാംക്ഷ മാത്രം ബാക്കിയാവുകയാണ്. ഏതായാലും ഇപ്പോൾ ഇന്നലെ ഉള്ള സന്തോഷത്തിന്റെ ഒരു തുടർച്ച ഇന്നും ഉണ്ടാകുന്നു. ഇന്ത്യൻ താരങ്ങൾക്ക് ഏറെ സന്തോഷിക്കാൻ, പാരീസിൽ നിന്ന്, ഒളിമ്പിക് വില്ലേജിൽ നിന്ന് സന്തോഷിക്കാനുള്ള വക ലഭിക്കുകയും ചെയ്യുന്നു. അമൻ ഷെഹ്റാവത്തിലോടുകൂടി ഗുസ്തിയിൽ ഒരു മെഡൽ കൂടി ലഭിക്കുന്നു. ഈ ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 6ാമത്തെ മെഡൽ. ശരി, വിനേഷ് കുഞ്ഞിരാമനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.